ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മുടെ ഒരു ചുരിദാർ നെക്ക് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ നെക്ക് തയ്ക്കാൻ. അതിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, കട്ട് ചെയ്ത തുണിയുടെ നല്ല വശം, ആ നല്ല വശത്തേക്ക് ഇതേപോലെ ഒരു ചതുര കഷ്ണത്തിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് അതങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്ന രീതി ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. എങ്ങനെയാണ് ഈ ചതുര കഷ്ണത്തിൽ മാർക്ക് ചെയ്തതെന്ന് മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർ പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ തുണിയും പീസ് തുണിയുടെയും സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരേപോലെ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തതിൻ്റെ അതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ആ നെക്ക് ഫുൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 1/4 ഇഞ്ചെങ്കിലും, മാക്സിമം ഒരു 1/4 ഇഞ്ചെങ്കിലും വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഏകദേശം ഓരോ ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞ് പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ആ സ്റ്റിച്ചുമ്മ കയറിയിട്ട് കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കഴുത്തൊന്നിങ്ങനെ മറിച്ചിടുവാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വശം കിട്ടുമല്ലോ. എന്നിട്ടൊന്ന് മര്യാദക്ക് സ്റ്റിഫായിട്ട് നിർത്തിയിട്ട് വേണം നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ കറക്റ്റ് ബാക്കിലത്തെ ആ ഒരു ഭാഗം കാണാണ്ട് വേണം നമ്മൾ അങ്ങനെ ഒന്ന് പിടിക്കാൻ. മനസ്സിലായോ? താഴെയുള്ള ഒരു ഇപ്പോൾ മടക്കി വെച്ച വശം ഉണ്ടല്ലോ, അതിടയിൽ കൂടെ കാണാത്ത വിധത്തിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം, പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറ് ആ ഒരു ഫൂട്ടറിൻ്റെ ആ ഒരു 2 പല്ലില്ലേ, അതിൽ ആ ഒരു പല്ലിൻ്റെ ആ ഒരു ഗ്യാപ്പ് വ്യത്യാസത്തിലാണ് ഞാൻ ആ ഒരു സ്റ്റിച്ച് കൊടുക്കാറ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ നെക്ക് മുഴുവൻ ആ ഒരു പല്ല് നോക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ച് കിട്ടും. നമുക്ക് നെക്കിൻ്റെ സ്റ്റിച്ചിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. നമുക്ക് നല്ല വൃത്തിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് വന്നാലാണ് അത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഫൂട്ടറിൻ്റെ പല്ല് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് കിട്ടും. ഇതേപോലെ 3-4 മെത്തേഡ് ഉണ്ട് കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ എപ്പോഴും കൂടുതലായിട്ട് നോക്കുക ഈ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ് വെച്ചിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പീസ് എടുക്കേണ്ട ആവശ്യമില്ല. ലൈനിങ്ങിൻ്റെ തുണി തന്നെ നമ്മൾ നല്ല വശത്ത് ഇട്ടിട്ട് ഇതേപോലെ തയ്ച്ചിട്ട് മറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ തുണി എടുക്കേണ്ടതോ ക്രോസ് പീസ് എടുക്കേണ്ടതോ ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് അതേപോലെ തയ്ച്ച് പോയാൽ മതി. അങ്ങനെ ആ ഒരു ചുരിദാറിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ബാക്കിലായിട്ട് ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ തുണി വരുമല്ലോ, നമ്മൾ ആ വെച്ച ആ ഒരു കഷ്ണത്തിൻ്റെ കുറച്ച് ബാലൻസ് ചെയ്ത് നിൽപ്പുണ്ടാവുമല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.